രാജ്യത്തെ തൊഴിലില്ലായ്മ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യം ഇതുപോലെ ഉണ്ടായിട്ടില്ല. വിലക്കയറ്റം ഓരോ ദിവസം കഴിയുന്നതും താങ്ങാവുന്ന അപ്പുറത്തേക്കാണ് പോകുന്നത്. സർക്കാരിന് ഇതൊന്നും പരിഹരിക്കാനുള്ള യാതൊരു മാർഗങ്ങളുമില്ല. ആരാണ് ഉത്തരവാദി? ഈ ചെറുപ്പക്കാരെ ഇത്തരം അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടതിന് ഉത്തരവാദി ആരാണ്? ആ ചർച്ചയല്ലേ രാജ്യത്ത് നടക്കേണ്ടത്? അതല്ലേ നടക്കേണ്ടതും. സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന യുവജന രോഷമാണ് ഇപ്പോൾ നമ്മൾ പ്രകടമാകുന്നത്. അത് സർക്കാർ ചെയ്യേണ്ടത് അതിനെ പോസിറ്റീവായി എടുക്കാൻ വേണ്ടത്. അതിനെ പോസിറ്റീവായി എടുത്ത് ആ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടത്. ആ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ എന്ത് നടപടിയാണ് ഇവരെടുത്തിരിക്കുന്നത്? കഴിഞ്ഞ 12 കൊല്ലമായിട്ട് എല്ലാ MSMEയും തകർക്കുക, എല്ലാ തൊഴിലവസരങ്ങളെയും ഇല്ലാതാക്കുക, അഗ്നിവീർ പോലെയുള്ള പദ്ധതികളുണ്ടാക്കി എങ്ങനെ ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ പരിമിതപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കുക. ഇതല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല ചെയ്യേണ്ടത്. ആ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാണ് വേണ്ടത് ഒരു ഉത്തരവാദപ്പെട്ട ഗവൺമെൻറ്. അതായത് സപ്രസ് ചെയ്യാൻ വേണ്ടി നിയമവിരുദ്ധമായ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുകയല്ല വേണ്ടത്. ഓരോ ദിവസം കഴിയുന്നതും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില എങ്ങനെയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്? ഈ നാട്ടിൽ നിങ്ങൾ വരാനിരിക്കുന്ന കാലമെന്ന് പറയുന്നത് വളരെ വളരെ അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമായിരിക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. അതിനെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ ഇപ്പോഴും ആഘോഷങ്ങളിലും തിമിർപ്പിലുമാണ് നമ്മുടെ പ്രധാനമന്ത്രി. വെറും നാടകങ്ങളിലുമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അദ്ദേഹം ഇറങ്ങേണ്ടത്, അല്ലാതെ പ്രതിഷേധിക്കുന്നവരെ തകർക്കാനല്ല. ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പരിഹാരമാർഗം? ഒന്ന് ഇരുന്ന് ചിന്തിക്കാൻ, ചർച്ച ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറുണ്ടോ? അവർ ലോകം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി. എന്ത് കാര്യമാണ് അതിലൂടെ കിട്ടാൻ പോകുന്നത്? ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാനൊരു ഗവൺമെൻറ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി.